ഹലോ ഫ്രണ്ട്സ്, എല്ലാ പേർക്കും മഴ തോരും മുമ്പേ എന്ന സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് വൈജയന്തി വളരെയധികം ദേഷ്യത്തിൽ നിൽക്കുകയാണ്. കാരണം തൻ്റെ ഭർത്താവ് ബാലചന്ദ്രൻ എല്ലാ കാര്യത്തിലും തന്നെ പിന്മാറ്റി നിർത്തുകയാണ്. അതോടൊപ്പം തന്നെ അലീന എന്ന സർവൻറ്റിന് എല്ലാ കാര്യങ്ങൾക്കും മുൻതൂക്കം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും വൈജയന്തിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അലീന അടുക്കളയിലോട്ട് പോകുന്ന സമയത്ത് അലീനെ വിളിക്കാൻ നിൽക്കടി അവിടെ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. നിനക്ക് എന്താണ് ഇവിടെ അധികാരം? എൻ്റെ ഭർത്താവിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണേ ഞാനല്ലേ, നിനക്ക് അതിന് ആരാ അധികാരം തന്നേന്ന് ചോദിക്കുകയാണ്. നാളെ തന്നെ ഇവിടെ നിന്ന് സ്ഥലം വിട്ടുപോകണമെന്ന് പറയുകയാണ്. മാഡം, ഞാൻ പോകാൻ എപ്പോൾ വേണമെങ്കിലും പോകാൻ തയ്യാറാണ്, പക്ഷേ സാറ് സമ്മതിക്കില്ലല്ലോ. സാറിൻ്റെ സമ്മതമൊന്നും നീ നോക്കണ്ട, നീ ഇവിടെ നിന്ന് പോയാൽ മതി. നീ ഇവിടെ കാല് കുത്തി അന്ന് തൊട്ട് തുടങ്ങിയതാണ് ഇവിടുത്തെ ഓരോ പ്രശ്നങ്ങളെന്നൊക്കെ പറയുകയാണ്. പിന്നെ നിനക്ക് ശമ്പളമൊന്നും തരേണ്ട ആവശ്യമില്ലല്ലോ, അതൊക്കെ ബാലചന്ദ്രൻ തന്നെ 10 ഇരട്ടിയായിട്ട് നിൻ്റെ അക്കൗണ്ട് ഇട്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയുകയാണ്. അതുകൊണ്ട് സ്ഥലം വിടാൻ പറയുകയാണ് വൈജയന്തി. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ അലീനയ്ക്ക് വളരെയധികം ദേഷ്യം വരികയാണ്. അലീന പറയുകയാണ്, എനിക്ക് നിങ്ങളുടെ ഒരു പൈസയും വേണ്ടെന്നും അത് ഞാൻ തിരികെ തരാമെന്നും പറയുകയാണ്. എനിക്ക് ആ പൈസ വേണ്ട, അത് നീ തന്നെ വെച്ചു എന്ന് അലീനയോട് വൈജയന്തി പറയുകയാണ്. ആ കണക്ക് നോക്കുകയാണെങ്കിൽ മാഡം, എനിക്ക് ഒരു ജന്മം തീർത്താലും തീരാത്തത്ര കട എനിക്ക് തരേണ്ടി വരുമെന്ന് അലീന പറയുകയാണ്. അപ്പോൾ വൈജയന്തിക്ക് ഒന്നും മനസ്സിലാകാതിരിക്കുകയാണ്. നിങ്ങൾ ഏതറ്റം വരെ പോകുമെന്ന് എനിക്കറിയാം, എന്നെ ഒരുപാട് നിങ്ങൾ ദ്രോഹിച്ചിട്ടുണ്ട്. നിങ്ങളുടെ വിചാരം എന്താ? നിങ്ങൾക്ക് മാത്രമേ എല്ലാം ആവുള്ളൂ. ഞാനൊരു സർവൻ്റ് ആണെങ്കിലും ഞാനും ഒരു മനുഷ്യസ്ത്രീ തന്നെ എന്നൊക്കെ അലീന പറയുകയാണ്. നിങ്ങളുടെ സ്വഭാവം എന്താണെന്നും നിങ്ങളെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും എനിക്കറിയാമെന്നും വൈജയന്തിയോട് അലീന പറയുകയാണ്. അപ്പോൾ എന്ത് കാര്യം അറിയാമെന്നാണ് നീ പറയുന്നതെന്ന് വൈജയന്തി ചോദിക്കുകയാണ്. എല്ലാം അറിയാമെന്ന് പറയുകയാണ്. അപ്പോൾ വൈജയന്തിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. അപ്പോൾ നീ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വൈജയന്തി വീണ്ടും ചോദിക്കുകയാണ്. അതൊക്കെ എനിക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങളെപ്പറ്റി അറിയാമെന്നുള്ള രീതിയിൽ തന്നെ അലീന വീണ്ടും സംസാരിക്കുകയാണ്. അപ്പോൾ വൈജയന്തി ഒന്ന് താഴുകയാണ്. കാരണം തൻ്റെ ആഗ്രയിലെ സംഭവത്തെക്കുറിച്ചാണോ ഇവൾ പറയുന്നതെന്നുള്ളൊരു പേടി വൈജയന്തിക്കുണ്ട്. എന്നിട്ട് അലീന വളരെയധികം വിഷമത്തോട് സംസാരിക്കുക. ഞാൻ എന്ത് കുറ്റമാണ് ചെയ്തത്? മുത്തശ്ശി എന്നെ കാണാൻ വന്നു, ഞാൻ ഇവിടേക്ക് വരണമെന്ന് പറഞ്ഞു. മുത്തശ്ശൻ്റെ മരണശേഷം മനുവേട്ടൻ വന്ന് വിളിച്ചു, അതാണോ ഞാൻ ചെയ്ത കുറ്റം? പിന്നെ നിങ്ങളുടെ ആ സഹോദരൻ്റെ മകൻ ഒരു രാത്രിക്ക് വേണ്ടി എന്നെ കിടന്ന് കെഞ്ചി വിളിച്ചുകൊണ്ടിരുന്നു, അതിന് വഴങ്ങി കൊടുക്കാത്തതാണ് ഞാൻ ചെയ്ത തെറ്റ്. പിന്നെ നിങ്ങളുടെ ഹരിശങ്കർ, നിങ്ങളുടെ മകൻ രോഹിത്തും കൂടി എന്നെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചു, അതിൽ നിന്ന് പിന്മാറി വന്നതാണോ ഞാൻ ചെയ്ത തെറ്റ്? എന്താ നിങ്ങളുടെ അമ്മയെ ശുശ്രൂഷിച്ച് ഇത്രയും വരെ ആക്കിയതാണോ ഞാൻ ചെയ്ത തെറ്റ്? അപ്പോൾ കുടിച്ച് 2 ദിവസം ഇവിടെ സ്ഥലത്തില്ലാതെ വന്ന മനുഷ്യൻ ഹാർട്ട് അറ്റാക്ക് വന്ന് കിടന്നപ്പോൾ പെട്ടെന്ന് എന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചാണ് ഞാൻ ചെയ്ത തെറ്റ്. പറയൂ, അയാൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ടില്ല, ഞാൻ നല്ല രീതിയിൽ തന്നെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം കൊണ്ടുപോയതെന്നും അലീന പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ വൈജയന്തി കുറച്ചൊന്ന് ഒതുങ്ങിയാണ്, ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. ഇത്രയും പറഞ്ഞിട്ട് അലീന അകത്തോട്ട് കയറി പോവുകയാണ്. അത് കഴിഞ്ഞ് അലീന രാത്രി മുത്തശ്ശിക്ക് മരുന്നെല്ലാം കൊടുത്ത് കിടത്തിയ ശേഷം മുത്തശ്ശിയുടെ ഫോൺ വാങ്ങിയാണ് ഞാൻ രേവതിക്കുട്ടിയെ വിളിച്ചിട്ട് തരാമെന്ന് പറയുകയാണ്. എന്നിട്ട് രേവതിക്കുട്ടിയെ വിളിച്ചിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഇപ്പോൾ ബാലചന്ദ്രൻ സാർ വന്നെന്നും അപ്പോൾ ഭാര്യയായിട്ട് വളരെ പ്രശ്നമാണെന്നും ഒരു നടയ്ക്ക് 2 പേരും പോകുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുകയാണ്. എന്നെ ഇവിടെ ഹോം നേഴ്സായിട്ട് ഫിക്സ് ചെയ്തെന്നും ഇനി അടുക്കള ജോലിയൊന്നും ചെയ്യേണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ രേവതിക്കുട്ടി പറയുകയാണ്, ചേച്ചിയുടെ കാര്യം നോക്കി ഇനി വരൂ, ഇനി അവിടെ നിൽക്കേണ്ട, അതത്ര പന്തിയല്ല, കാരണം അവിടെ ഒരുപാട് പ്രശ്നങ്ങളാണ്, അതിൻ്റെ നടുവിൽ ചേച്ചി ആയി പോകരുത് എന്നൊക്കെ രേവതി പറയുകയാണ്. അതൊന്നും കുഴപ്പമില്ല മോളെ, എന്തായാലും ഞാൻ ഒരാഴ്ച കൂടി നോക്കട്ടെ, അതിനെ തന്നെ മാഡം എന്നെ ഇവിടെ നിന്ന് പിരിച്ചു വിട്ടോളും, എന്തായാലും നോക്കട്ടെ എന്ന് പറയുകയാണ്. ചേച്ചിയുടെ ഇഷ്ടം പോലെ ചെയ്യും, ഞാൻ ഒന്നും പറയുന്നില്ല എന്ന് രേവതിക്കുട്ടി പറയുകയാണ്. എപ്പോഴായാലും ഇങ്ങോട്ട് വരാൻ മടിക്കരുത് എന്ന് പറയുകയാണ്. നമുക്ക് ഇവിടെ വന്നിട്ട് എന്തെങ്കിലും ചെയ്യാമെന്നും രേവതി പറയുന്നുണ്ട്. എന്നിട്ട് ഫോൺ വെക്കട്ടെ എന്ന് പറഞ്ഞ് അലീന ഫോൺ വെക്കുകയാണ്. എന്നിട്ട് ഫോൺ മുത്തശ്ശിയുടെ കൊടുക്കുകയാണ്. അപ്പോൾ മുത്തശ്ശി വഴക്ക് പറയുന്നത്, നീ എന്തിനാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അന്യരോട് പറയുന്നത്? അത് അന്യയാണോ? എൻ്റെ അനിയത്തിയില്ലേ, രക്തബന്ധമൊന്നും അല്ലല്ലോ എന്ന് പറയുകയാണ്. രക്തബന്ധങ്ങളുടെ കാര്യങ്ങളൊന്നും പറയണ്ട, ഇവിടെ നടക്കുന്ന കണ്ടില്ലേ എന്ന് അലീന പറയുകയാണ്. ഒരു കണക്കിന് വൈജയന്തി പറഞ്ഞത് ശരിയാണ്, നീ വന്നതിന് ശേഷം തന്നെയാണ് ഇവിടുത്തെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതെന്ന് മുത്തശ്ശി പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ അലീനയ്ക്ക് ദേഷ്യവും വിഷമമൊക്കെ വരികയാണ്. മുത്തശ്ശി എന്താണ് അങ്ങനെ ഒരു വർത്തമാനം പറയുന്നത്? ഞാൻ ഇവിടെ വന്നിട്ട് എന്ത് പ്രശ്നമാണ് മുത്തശ്ശി ഉണ്ടാക്കിയത്? ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ല, എല്ലാം നല്ല രീതിയിൽ തന്നെയാണ് ഞാൻ കൊണ്ടുപോയത്. പിന്നെ വൈജയന്തി മാഡത്തിന് എനിക്ക് വന്നപ്പോൾ തൊട്ടേ എന്നെ ഇഷ്ടമല്ല, അത് എൻ്റെ കുറ്റം കൊണ്ടാണോ? ഞാൻ ഇവിടെ ഒരു തെറ്റും ചെയ്തില്ല, എല്ലാം ഞാൻ സഹിച്ച് ക്ഷമിച്ച് ഇവിടെ കഴിഞ്ഞതേ ഉള്ളൂ. മുത്തശ്ശി ഇത്രയും നന്നായിട്ട് നോക്കുന്ന എന്നോടാണ് മുത്തശ്ശി ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറഞ്ഞ് അലീന വിഷമിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശി പറയും, മോളെ അങ്ങനെയല്ല, ഞാൻ വെറുതെ അങ്ങനെ പറഞ്ഞതാണ്, നീ ഒരു കുറ്റം ചെയ്തില്ല എന്നൊക്കെ എനിക്കറിയാമെന്നൊക്കെ പറയുകയാണ്. അല്ലെങ്കിലും എളുപ്പമുള്ളവരുടെ തലയിൽ കയറാനാണല്ലോ എല്ലാവർക്കും ഇഷ്ടമെന്നൊക്കെ പറഞ്ഞിട്ട് അലീന ചെന്ന് കിടക്കുകയാണ്.
പിറ്റേന്ന് രാവിലെ കൃഷ്ണ ചുമറത്തിരിക്കുകയായിരിക്കും. ആ സമയത്ത് ഗംഗാധരനും മാലതിയും കൂടി തറവാട്ടിൽ നിന്ന് തിരിച്ചു വരികയാണ്. അപ്പോൾ അവരെ കാണുന്നതും കൃഷ്ണ ഓടി ചെല്ലുകയാണ്. മോളെ എന്തൊക്കെയുണ്ട് വിശേഷം, അച്ഛൻ എങ്ങനെ ഇരിക്കുന്നു എന്നൊക്കെ ചോദിക്കുകയാണ്. അച്ഛന് കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ടിരിക്കുന്നു എന്ന് പറയുന്നു. ഇവിടെ മൊത്തം പ്രശ്നമാണ് അങ്കിളെ എന്നൊക്കെ പറയുകയാണ് കൃഷ്ണജ. എന്നിട്ട് അവർ അകത്തോട്ട് കയറുകയാണ്. നിങ്ങൾ ഇന്ന് പോകുന്നുണ്ടോ കൃഷ്ണ ചോദിക്കുകയാണ്. അതെ ഇന്ന് പോകണ്ടേ മോളെ, ഞങ്ങൾ വീടും അടച്ച് വന്നിട്ട് കുറേ ദിവസം ആയില്ലേ എന്ന് ഗംഗാധരൻ ചോദിക്കുകയാണ്. അത് കഴിഞ്ഞ് ഗംഗാധരനും മാലതിയും കൂടി അമ്മയെ ചെന്ന് കാണുകയാണ്. അപ്പോൾ അമ്മയ്ക്ക് വളരെയധികം പരാതിയാണ്. മോനെ ഞാൻ ഇങ്ങനെ കിടക്കുന്നതേ ഉള്ളൂ, പക്ഷേ എനിക്ക് ഒരു സന്തോഷം അറിയില്ല, എന്താണ് വിഷമമെന്ന് ചോദിച്ചാൽ എനിക്കൊന്നും അറിയില്ല. ഇവിടെ എന്നും പ്രശ്നങ്ങൾ തന്നെയാണ്. എനിക്ക് 3 ആമക്കളുണ്ടായിട്ട് അവരുടെ കൂടെ ഒന്നും നിൽക്കാൻ പറ്റില്ലേ, ഇവളെ കൂടെ തന്നെ വന്ന് നിൽക്കേണ്ട ഒരവസ്ഥ വന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് അമ്മ കരയുകയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് ഗംഗാധരനും മാലതി ഇരിപ്പുണ്ട്. അമ്മ സമാധാനിക്കും, ഇപ്പോൾ ഇവിടെ ഒരു കുറവുമില്ലല്ലോ അമ്മയ്ക്ക്, എല്ലാം നല്ല രീതിയിൽ പോവുകയല്ലേ. ഇതാ ഇപ്പോൾ എന്നെ നല്ല രീതിയിൽ നോക്കാമെന്ന് ആ കുട്ടിയെ അവൾ പറഞ്ഞു വിടുന്നു. എന്തൊരു സ്ത്രീയാണ് അവളെന്നൊക്കെ പറഞ്ഞ് വൈജയന്തി ഒരുപാട് കുറ്റം പറയുകയാണ് അമ്മ. അമ്മയ്ക്ക് തറവാട്ടിൽ നിൽക്കരുതായിരുന്നു എന്ന് മാലത്ത് ചോദിക്കണം. അയ്യോ അവിടെ ഇതിൻ്റെ അപ്പുറമാണ്, കമലയുടെ സ്വഭാവം നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ, അവൾ ചീറിക്കൊണ്ട് നിൽക്കും, അങ്ങനത്തെ ഒരു സാധനമാണ് അവളെന്ന് പറയുകയാണ്. എനിക്ക് 3 ആമക്കളുണ്ട്, അവരെ നല്ല രീതിയിൽ വളരെ നല്ല നിലയിലാക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല, അമ്മയ്ക്കും അച്ഛനും ഒരു ഉപകാരവും ഇല്ലെന്നൊക്കെ പറയണം. അമ്മ അങ്ങനെ പറയരുതെന്നും ഞങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യില്ലേ എന്നൊക്കെ ഗംഗാധരൻ ചോദിക്കുകയാണ്. പിന്നെ അതിനെപ്പറ്റിയൊന്നും അമ്മ പറഞ്ഞില്ല. നീ എങ്ങനെയെങ്കിലും അലീനയുടെ കാര്യം വൈജയന്തിയോട് പറഞ്ഞ് അവളെ ഇവിടെ നിർത്താൻ നോക്ക്, അവളെപ്പോലെ ഒരു ഹോം നേഴ്സിനെ ഇനി എത്ര നാൾ കഴിഞ്ഞാലും നമുക്ക് കിട്ടാൻ പോകുന്നില്ല, അത്ര നല്ല കുട്ടിയാണെന്നൊക്കെ മുത്തശ്ശി പറയുകയാണ്. നിന്നെ ഒരു പേടിയുണ്ട് അവൾക്ക് എന്ന് പറയുകയാണ്. ഞാൻ എന്തായാലും പറഞ്ഞു നോക്കാമെന്ന് ഗംഗാധരൻ പറയുകയാണ്. എന്തായാലും ഞങ്ങൾ ഇന്ന് തന്നെ പോകാൻ തീരുമാനിക്കുകയാണ്. മോനെ നാളെ പൊയ്ക്കൂടെ, നിനക്ക് ഇന്നൊരു ദിവസം കൂടി അമ്മയുടെ കൂടെ നിൽക്കുമെന്ന് അമ്മ ചോദിക്കുകയാണ്. നോക്കട്ടെ അമ്മയെന്ന് പറഞ്ഞിട്ട് അവർ റൂമിൽ നിന്ന് ഇറങ്ങുകയാണ്. എന്നിട്ട് നേരെ വൈജയന്തിയുടെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ വൈജയന്തി ബാങ്കിലൊക്കെ പോകാനായിട്ട് റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ ഇന്ന് ബാങ്കിൽ പോകുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. അതേ ഞാൻ ബാങ്കിലോട്ട് പോവുകയാണ്, ഞാൻ ഇവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ, എൻ്റെ ഒരു സാന്നിധ്യമോ സർവീസോ ഒന്നും ബാലചന്ദ്രന് വേണ്ടല്ലോ, ഇവിടെ ആളുണ്ടല്ലോ. ഇന്നലെ ഒരു ഇലക്ട്രീഷ്യനെ വിളിച്ച് ഇവിടെ കോളിംഗ് ബെല്ല് വെച്ച് കേട്ടോ, അവിടെ നിന്ന് ഉയരെന്ന് ബെല്ലമർത്തിയാൽ മതിയല്ലോ, ഇവിടെ നിന്ന് ആൾ ചെല്ലും. പിന്നെ എന്നെ ഡൈവേഴ്സ് ചെയ്തിരിക്കുകയല്ലേ, കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല. അപ്പോൾ എല്ലാം മനു പറഞ്ഞെന്ന് പറയുകയാണ്. അതെ നമ്മുടെ ബെഡ്റൂമിൽ നിന്ന് മാറി ഇപ്പോൾ ഞാൻ ഇവിടെ ഒറ്റയ്ക്കാണ് കിടക്കുന്നത്, പുള്ളി ഗസ്റ്റ് റൂമിലാണ്. എല്ലാം അങ്ങനെ തന്നെ ആവട്ടെ, ഞാൻ ഒരു കുറ്റവും പറയുന്നില്ല, എല്ലാം എൻ്റെ തലയിലെഴുത്താണ്. എന്ത് കുറ്റമാണ് ഞാൻ ചെയ്തതെന്ന് ബാലചന്ദ്രൻ പറഞ്ഞുകൂടാ, അതും പറയില്ല, ചുമ്മാ എന്നോട് ദേഷ്യം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ബെല്ലമർത്തുന്ന സമയത്ത് ഇവിടെ ബെല്ല് കേൾക്കുന്ന സമയത്ത് അവൾ അങ്ങ് ഉയരെ കയറി പോകും. 5 മിനിറ്റിലൊരിക്കലെങ്കിലും അവളെ കണ്ടുകൊണ്ടിരിക്കണം, അതാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് വൈജയന്തി പറയുകയാണ്. ഇങ്ങനെ ലോകത്ത് എവിടെയെങ്കിലും ഒരു വീട്ടിൽ നടക്കുമെന്ന് ചോദിക്കുകയാണ്. ഒരു ഭാര്യ ഉള്ളപ്പോൾ എന്തിനാണ് ഇങ്ങനെ മറ്റൊരു പെണ്ണിനെ ഇങ്ങനെ അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, അതൊക്കെ ശരിയായ കാര്യങ്ങളാണ്. 3 കുട്ടികൾ വളർന്ന് വരികയാണ്, ഇതെന്താണ്, ഈ വീട്ടിൽ മാത്രമേ ഇങ്ങനെയൊക്കെ നടക്കുകയുള്ളൂ, എനിക്ക് ചോദിക്കാനും പറയാൻ ആരും ഇല്ലല്ലോ എന്നൊക്കെ വൈജയന്തി വളരെയധികം വിഷമത്തിൽ പറയുകയാണ്. ഇപ്പോൾ ഗംഗാധരൻ പറയുകയാണ്, നീ ഒന്ന് സമാധാനപ്പെടുത്തും, നമുക്ക് ബാലചന്ദ്രൻ്റെ ഹെൽത്താണ് വലുത്, അതെല്ലാം ഒന്ന് ഓക്കെ വരട്ടെ, എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് പറയുകയാണ്. ആ സമയം വൈജയന്തി ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. എന്തോ വരട്ടെ എന്നുള്ള രീതിയിൽ തന്നെയാണ് വൈജയന്തി നിൽക്കുന്നത്. എന്നിട്ട് പറയുകയാണ്, അലീന അവളെ ഞാൻ ഇവിടെ വെച്ച് പൊറപ്പിക്കുമെന്ന് ആരും വിചാരിക്കേണ്ട, അവളെ ഞാൻ നാളെ തന്നെ പറഞ്ഞയക്കുമെന്ന് കർക്കശമായി വൈജയന്തി പറയുകയാണ്. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. താങ്ക്